ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 5 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ സവാളയൊക്കെ ഇവിടെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാബേജ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മുട്ടയും ക്യാബേജും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ക്യാബേജ് കൊണ്ട് ഉപ്പേരി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിയിലുള്ള ക്യാബേജൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തെടുത്താണ് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെള്ളമൊക്കെ അധികമാവും. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ക്യാബേജൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ക്യാബേജ് ആയതുകൊണ്ട് തന്നെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ചേർക്കാം. ഇനിയിപ്പോൾ ചെറിയ കഷ്ണം ക്യാബേജ് ഒക്കെ ആണെങ്കിൽ ഒരു മുട്ട ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ക്യാബേജിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് മുട്ട ചേർക്കേണ്ടത്. അപ്പോൾ ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. ഇനി അപ്പോൾ തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് മുട്ട ചിക്കി എടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക കേട്ടോ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം. അപ്പോൾ ക്യാബേജ് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ക്യാബേജ് കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് നമ്മൾ മുട്ട കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ഇനി നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്